ക്രിസ്തീയ വിശ്വാസപ്രകാരമുള്ള ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെയുള്ള അധ്യായത്തിലാണ് അമാനുഷിക കഴിവുകളുമായി ജനിച്ച സാംസൺ എന്ന ബൈബിൾ പുരുഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. രാജാക്കന്മാർക്ക് മുന്നേ ഇസ്രായേൽ ഭരിച്ചിരുന്ന ന്യായാധിപന്മാരിലൊരാൾ. ഡെലീലി എന്ന സുന്ദരി ഫിലിസ്റ്റിയർക്ക് ഒറ്റിക്കൊടുത്തപ്പോൾ ശക്തികൾ നഷ്ടപ്പെട്ട, കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട സാംസൺ ശത്രുക്കളുടെ പാളയത്തിൽ തുറുങ്കിലടയ്ക്കപ്പെട്ട് അവസാനം ദൈവത്തോട് പ്രാർത്ഥിച്ച് അമാനുഷിക ശക്തികൾ വീണ്ടെടുക്കുകയും ചെങ്ങലകളാൽ താൻ ബന്ധിക്കപ്പെട്ട പടുകൂറ്റൻ തൂണുകൾ പിഴുതു വീഴ്ത്തി ശത്രുക്കളെ വകവരുത്തിയ ബൈബിൾ കഥാപാത്രം. ഈ ബൈബിൾ കഥാപാത്രത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനൊരു കാരണമുണ്ട്. മലയക്കോട്ടെ വാലിബൻ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ലിജോ പങ്കുവെച്ച ഒരു ചിത്രമാണ് കാരണം. സിനിമ കണ്ട ഒരാൾക്ക് ലിജോ പങ്കുവെച്ച ആ ചിത്രവും സിനിമയുമായുള്ള കണക്ഷൻ പെട്ടെന്ന് മനസ്സിലാകും. ഈ കണക്ഷനാണ് ചിത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാനും മോഹൻലാൽ എന്ന മഹാനടനും ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു പ്രേക്ഷകർക്ക്. എന്നാൽ ചിത്രം ഇറങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന പല അഭിപ്രായങ്ങളും വെച്ച് നോക്കുമ്പോൾ വാലിബൻ എന്നത് ഒരു എവ്രിവൺസ് കപ്പ് ഓഫ് ടീ അല്ല എന്ന കാര്യം വ്യക്തമാണ്. ലിജോ നമുക്ക് നൽകിയതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഇനിയും വായിച്ചെടുക്കാനുണ്ടെന്ന കാര്യം ഇതിനോടകം വ്യക്തവുമാണ്. കാരണം ഇപ്പോൾ ലിജോ പങ്കുവെച്ച ചിത്രവും അതിലെ കഥാപാത്രവും നമ്മളെ ചില കാര്യങ്ങൾ ചികയാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയൊന്നും വെറുതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്ന ഒരാളല്ല ലിജോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പങ്കുവച്ച ചിത്രവും ചില ഉദ്ദേശത്തോടെ ആയിരിക്കാനാണ് സാധ്യത. ആ സാധ്യതകൾക്ക് പിന്നിലെ അന്വേഷണമാണ് പ്രേക്ഷകരെ സാംസൺ എന്ന ബൈബിൾ കഥാപാത്രത്തിനരികിൽ എത്തിച്ചത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന സാംസൺ എന്ന കഥാപാത്രവും വാലിബനും തമ്മിൽ എന്താണ് ബന്ധം? അതിൽ നിന്നുള്ള റെഫറൻസ് ആണോ വാലിബൻ എന്ന കഥാപാത്രം എന്നെല്ലാമുള്ള ചോദ്യങ്ങളും വ്യാഖ്യാനങ്ങളുമാണ് കമന്റ് ബോക്സിൽ നിറയെ. ചിത്രത്തിൽ അതിശക്തനായ ഒരു അമാനുഷിക ശക്തിയുള്ള ഒരു കഥാപാത്രമായാണ് വാലിബനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം അതേ സ്വഭാവ ഗുണങ്ങളാണ് സാംസണുമുള്ളത്. കൂടാതെ പങ്കുവെച്ച ചിത്രത്തിൽ ബലിഷ്ഠമായ കൈകളാൽ പടുകൂറ്റൻ തൂണുകൾ മറിച്ചിടുന്നതും ചുറ്റും ആളുകൾ ചിതറി ഓടുന്നതുമാണ് കാണിക്കുന്നത്. സിനിമയിൽ ഇതുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു രംഗമുണ്ട്. ചങ്ങലകളാൽ തൂണിൽ ബന്ധിക്കപ്പെട്ട വാലിബൻ ആ തൂണുകൾ പിഴുതി വീഴ്ത്തി ശത്രുക്കളെ കൊല്ലുന്നതും ജയിൽ പുള്ളികളെ രക്ഷിക്കുന്നുമുണ്ട്. ഇതാണ് സാംസണിലേക്ക് വാലിബനെ ചൂണ്ടിക്കാണിച്ച പ്രധാന കാരണവും. ഇത്തരത്തിൽ കഥയെ ഇനിയും വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കാം നമുക്ക്. കാരണം അത്രയ്ക്കും സാധ്യതകൾ ലിജോ കഥയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ചിത്രമിറങ്ങി ഇക്കാലയളവിൽ പല അഭിപ്രായങ്ങളും വാലിബന് വന്നു കഴിഞ്ഞു. പലർക്കും ഇഷ്ടമായി, പലർക്കും ഇഷ്ടമായില്ല. അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുമുണ്ട്. പണ്ട് ഡബിൾ ബാരൽ ഇറങ്ങി പലർക്കും സിനിമ ഇഷ്ടപ്പെടാതായപ്പോൾ ലിജോ പറഞ്ഞൊരു കാര്യമുണ്ട്: ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാത്തവർക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. ഇന്ന് അത് തന്നെ ആയിരിക്കാം ലിജോയ്ക്ക് പറയാനുണ്ടാവുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.